എല്ലാവരുടെ ഉള്ളിലും ഒരു ഹീറോ ഉണ്ട്. ഒരു ഹീറോ ആവുന്നതിനേക്കാൾ കഷ്ടപ്പാടാണ് ഒരു ഹീറോ ആയിട്ട് തുടർന്ന് കൊണ്ടുപോകാനുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഹീറോ ആണ് എന്നുള്ള കാര്യം അങ്ങ് മറന്നു പോവാറുണ്ട്. പക്ഷെ ഇതൊന്നും മറന്നു പോവാതെ ഒരു ഹീറോയിനെ ഹീറോ ആയി തന്നെ കണ്ട് സസൂക്ഷ്മം വീക്ഷിച്ച് ക്യൂരിയോസിറ്റിയോടുകൂടെ എല്ലാം ഫോളോ ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ നമ്മുടെ ചുറ്റിലുണ്ട്. ആരാന്നല്ലേ? നമ്മുടെ കുട്ടികൾ തന്നെ. നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാല് നമ്മളെ ഹീറോയാക്കി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ കോപ്പി ചെയ്യുന്ന ആൾക്കാര് മറ്റാരുമല്ല, നമ്മുടെ കുട്ടികളാണ്. അവർക്ക് ഒരു ചാമ്പ്യനെ വേണം, അവർക്ക് ഒരു ഹീറോയിനെ വേണം. അത് മറ്റാരും ആയിരിക്കില്ല, അവരുടെ പാരന്റ്സ് തന്നെയായിരിക്കും. എല്ലാ കുട്ടികൾക്കും ചാമ്പ്യൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ നിങ്ങളുടെ അമ്മേനെയാണോ അച്ഛനെയാണോ കൂടുതൽ ആയിട്ടും ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ആരുടെ ബിഹേവിയർ ആണ് കൂടുതൽ ഫോളോ ചെയ്യുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തിയാണ് നിങ്ങളുടെ ചാമ്പ്യൻ എന്ന് പറയുന്നത്. ആ ആളുടെ കൂടുതൽ ബിഹേവിയേഴ്സും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. കൂടുതൽ കാര്യങ്ങളും നിങ്ങൾ റിലേ ചെയ്യുന്നത് ആ വ്യക്തിനായിരിക്കും. എപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം തോന്നുന്നതും ആ വ്യക്തിനോടായിരിക്കും. അപ്പം ശരിക്കും ഈ ചാമ്പ്യൻ ഒരു റോളില്ലേ? ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ 2 കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആസ് എ ചാമ്പ്യൻ ഞാൻ എന്റെ കുട്ടിയുടെ ചാമ്പ്യൻ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്റെ കുട്ടി എന്നിൽ നിന്നും കണ്ടുപിടിക്കേണ്ടത്, എനിക്ക് അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കാനുള്ളത്, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് അവനൊരിക്കലും എന്റെ കയ്യിൽ നിന്ന് എടുക്കരുതാത്തത്, ഞാൻ അവന് ഒരു കാരണവശാലും പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് എന്റെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ എന്റെ കയ്യില് എന്റെ പാരന്റ്സ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോ ഈ 2 കാര്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊരു ചാമ്പ്യൻ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ പാരന്റിങ്ങിൽ ആദ്യം ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് നല്ലൊരു കണക്ഷൻ ആണ്. എന്റെ എല്ലാ വീഡിയോസിലും ഞാൻ കണക്ഷനെ പറ്റി പറയാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കണക്ഷൻ ഇല്ലാതെ അവിടെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല. അത് നിങ്ങളുടെ കുട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ അഡൽട്ട് റിലേഷനിലാണെങ്കിലും കണക്ഷൻ എന്ന സംഭവമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പാത്ത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. കാരണം നാളെ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനും അവിടെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളോട് സംസാരിക്കാനും ഈ കുട്ടിക്ക് പറ്റും. കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടി നിങ്ങളോട് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഈ അകന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും അതിന്റെ പിന്നിൽ തന്നെയാണ് വരുന്നത്. കാരണം ആദ്യം കണക്ഷൻ റിപ്പയർ ചെയ്യാതെ മറ്റു ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധ്യമായിരിക്കില്ല. പിന്നെ കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും കമ്മ്യൂണിക്കേഷൻ എന്ന്. അങ്ങനെയല്ല. നമ്മൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ കുട്ടിയായിട്ട് എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നതാണ് പ്രശ്നം. നിങ്ങൾ എന്ത് സംസാരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷെ കുട്ടികൾ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്നതും വാച്ച് ചെയ്യുന്നതും ഒബ്സർവ് ചെയ്തിട്ട് അവർ കോപ്പി ചെയ്യുന്നതും കാര്യങ്ങൾ ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. നമ്മുടെ ജസ്റ്റേഴ്സ്, നമ്മുടെ ആക്ഷൻ, നമ്മുടെ കണ്ണ് എത്രത്തോളമാണ്. നമ്മൾ ചില കാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഉരുട്ടി സംസാരിക്കും. നമ്മൾ പീസ്ഫുൾ ആണോ നമ്മുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതിലാണ് ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ അവരെ പേടിപ്പിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അവരെ ഹേർട്ട് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണെങ്കിൽ പോലും നമ്മുടെ സിറ്റുവേഷൻ പലപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ ജോലി തിരക്കില് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് കുട്ടികൾ വന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിയാക്ഷൻ വേറൊരു രീതിയിലായിരിക്കും. അവരെ ഹേർട്ട് ചെയ്യേണ്ട, അവരോട് നന്നായി സംസാരിക്കാം എന്ന് വിചാരിച്ചാലും നമ്മുടെ ബോഡിയിലെ റിയാക്ഷൻ കാരണം കുട്ടികൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഓപ്പോസിറ്റുള്ള റിയാക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ജസ്റ്റേഴ്സ് എങ്ങനെയാണ് എന്ന് ഉറപ്പാക്കുക. നല്ലൊരു കണക്ഷനും നല്ലൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് കൺട്രോൾ ആണ്. എന്താണ് കൺട്രോൾ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കുട്ടീനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പാരന്റ് ഈസ് കൺട്രോളിങ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. കൺട്രോൾ എന്ന് പറയുമ്പോൾ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകേണ്ടതാണ്. അതായത് നമ്മൾ പവർ വിത്ത് പാരന്റിങ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ കയ്യിൽ പവർ ഉണ്ട്, അവരുടെ കയ്യിലും പവർ ഉണ്ട്. ഈ പവറിനെ എങ്ങനെ നമ്മൾ നന്നായി യൂട്ടിലൈസ് ചെയ്യാം, ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് കൊടുക്കുക, റൂൾസ് സെറ്റ് ചെയ്ത് കൊടുക്കുക, റുട്ടീൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ 3 കാര്യങ്ങൾ അലൈൻ ചെയ്ത് പോകാൻ പറ്റിയാൽ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് ആക്ച്വലി സെക്യൂർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കുട്ടികളുമായിട്ടുള്ളത്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് പെർമിഷൻസ് കൊടുക്കുന്നില്ല, നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നുണ്ട്, അവർക്കൊരു റൂൾസ് കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ട റുട്ടീൻസ് കൊടുക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അവർക്ക് ചെറുപ്പം മുതലേ വലുതാവുന്നത് വരെ വേണ്ട കാര്യങ്ങൾ. അവർക്ക് ഒരിക്കലും അവരുടെ ഇൻസ്ട്രക്ഷൻസിനെ അവരുടെ ബ്രെയിനിന് സ്വയം ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് മുമ്പോട്ട് പോകാനുള്ള കഴിവില്ല.
അവർക്ക് പാരന്റിന്റെ ആവശ്യമുണ്ട് അവരുടെ ലൈഫിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത പാർട്ടാണ് കണ്ടെയ്ൻമെന്റ്. ഈ കണ്ടെയ്ൻമെന്റ് ആണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ട്. നമുക്ക് നല്ലൊരു കണക്ഷനും കമ്മ്യൂണിക്കേഷനും ഒരു കൺട്രോളും ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടെയ്ൻമെന്റ് ഓട്ടോമാറ്റിക്കലി ആക്ച്വലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നല്ലൊരു കൊടുങ്കാറ്റിലും നല്ലൊരു തിരമാലയിലും ആടി ഇഴഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറു കപ്പലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് അവിടെ വെളിച്ചം കൊടുക്കാൻ പറ്റും. ആ വെളിച്ചം കൊടുക്കുന്നതിനെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത്. കുട്ടികൾ ശരിക്കും ന്യൂറോളജിക്കലി അവരുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ അല്ല. ആ സമയത്ത് നമ്മുടെ ശാന്തമായിട്ടുള്ള സമീപനത്തിൽ കൂടെ എങ്ങനെയാണ് കുട്ടികളെ തിരിച്ച് അവർക്ക് ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക, ആ ഒരു സംഭവത്തിനാണ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത്. അവർ കരയുമ്പോൾ, അവർ വാശി പിടിക്കുമ്പോൾ, അവർ ടാൻട്രംസ് കാണിക്കുമ്പോൾ, അവർക്കൊരു മെൽ ഡൗൺ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ശാന്തമായിട്ടിരിക്കാൻ പറ്റുക? കുട്ടികൾക്ക് ആവശ്യം അവർക്ക് അറിയണം ഉറപ്പായിട്ടും അവരുടെ സൈഡിൽ നിൽക്കാൻ ഒരാളുണ്ടെന്ന്. അവർക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ ഓക്കെ, നിന്റെ കൂടെ ഞാനുണ്ട്, നീ സേഫ് ആണെന്ന് പറയാൻ, നീ ഡേഞ്ചറിലല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് അവനൊരാളെ തീർച്ചയായും ആവശ്യമുണ്ട്. ആ ആളാണ് ശരിക്കും ചാമ്പ്യൻ എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തത് കോൺഫിഡൻസ് ആണ്. ഈ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്റെ കുട്ടിയിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവാം. തീർച്ചയായും നിങ്ങളുടെ കുട്ടിയിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം. പല ആൾക്കാർക്കും ഇല്ലാത്തൊരു കാര്യം അത് തന്നെയാണ്. കാരണം നമ്മൾ വേ ടു മച്ച് എക്സ്പെക്ടേഷൻസ് നമുക്ക് കൊടുക്കും. പലപ്പോഴും കുട്ടികളിൽ ടു മച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടാകുമ്പോൾ അവർക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റാതാകുമ്പോഴേക്കും നമ്മൾ അവരെ ഓട്ടോമാറ്റിക്കലി ബ്ലെയിം ചെയ്യാനും നമ്മൾ അവരെ പണിഷ് ചെയ്യാനും ഒക്കെ തുടങ്ങും. ഇങ്ങനെ പണിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അവരിലുള്ള കോൺഫിഡൻസ് കുറയും, അവർക്ക് നിങ്ങളിലുള്ള കോൺഫിഡൻസ് കുറയുകയും ചെയ്യും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്താണ് ഈ ചാമ്പ്യൻ എന്ന് പറയുന്ന ആളിൽ ഇവരുടെ ട്രസ്റ്റ് നഷ്ടപ്പെടുന്നത്. ഇങ്ങനെയുള്ള സമയത്താണ് ഈ ചാമ്പ്യൻ, അതായത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അവർക്ക് എന്നിൽ വിശ്വാസമില്ലെങ്കിൽ ഞാൻ എങ്ങനെ മറ്റുള്ളവരിൽ വിശ്വസിക്കും? അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ എന്നിൽ വിശ്വാസം ഉണ്ടാവും? ഇങ്ങനെ വളർന്നു വലുതാവുന്ന ഒരു കുട്ടി പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അവർക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അവർക്ക് ആരെയും വിശ്വാസമില്ലാതെ വരും, അവർക്ക് ഇൻസെക്യൂരിറ്റീസ് ഫീൽ ചെയ്തു തുടങ്ങും. ഒരു ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പെർഫോമൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം സ്വന്തം കഴിവിൽ വിശ്വസിക്കാനും അതുപോലെ നിങ്ങളുടെ കുട്ടിയിൽ വിശ്വസിക്കാനും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സ്പേസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയായിട്ട് എപ്പോഴും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും. അവന്റെ ലിമിറ്റേഷൻസിനെ മനസ്സിലാക്കി അതിനെ ജഡ്ജ് ചെയ്യാതെ അവൻ ഇതാണ് ചെയ്യാൻ പറ്റുന്നത്, ഇത് ഓക്കെ ആണ് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അവനെ വളർത്താൻ പറ്റിയാൽ അവിടെയാണ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാമ്പ്യൻ ആവാൻ പറ്റുന്നത്. ഇതിൽ തന്നെ പല കാര്യങ്ങളും പലപ്പോഴും നമ്മൾ വീട്ടിൽ ഫോളോ ചെയ്തതായിരിക്കും. എന്നാലും ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നത്. കോൺഫിഡൻസ് പോലുള്ള കാര്യങ്ങൾ, അല്ലെ കമ്മ്യൂണിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ, കണക്ഷന്റെ കാര്യങ്ങളൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ദിവസവും നമ്മുടെ ഡെയിലി ലൈഫിൽ. കുട്ടികളുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും അവരുമായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ക്വാളിറ്റീസിൽ എന്താണ് കുട്ടികൾ പാസ് ഡൗൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഒന്ന് അഴിച്ചു പഴിയണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തൊക്കെയാണ് ഇനിയും നിങ്ങൾക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ ബാക്കി വെച്ചിരിക്കുന്നത്? ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ അത് പറയണം. അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആവുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയറും ചെയ്തേക്കുക. താങ്ക് യു.